മസില് പിടിക്കല്ലേ. ആ ഫോൺ എന്റെ അരുണേട്ട, ഒരു കുടുംബം മൊത്തം വെളുപ്പിച്ചെടുക്കണ്ടേ? നിസ്സാര പണിയാണിത്. ഈ മനോജ് മഞ്ജീവ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ ആൽബം തന്നിരിക്കും. ഇങ്ങെടുക്ക്. അപ്പൻ ചാവാൻ കാത്തിരിക്കുക കട്ടില് കയ്യേറെ. നിങ്ങ അരുണേട്ടൻ ആൽബം കൊടുത്തോടെ, ആ പാവത്തിന് ഇങ്ങനെ കളിപ്പിക്കണോ? എടാ, നമ്മൾ ആൽബം ഒക്കെ കുറച്ച് പിടിച്ചേ കൊടുക്കുള്ളൂ. എന്നാലേ നല്ല ഫോട്ടോഗ്രാഫറാണുള്ള പേര് കിട്ടും. അരുണേട്ടാ, അരുണേട്ടാ, അരുണേട്ടാ. അതെ, അലമാര എപ്പോ കൊണ്ടുവരും? ബാങ്കിൽ പോയിരുന്നു. അവിടെ ഭയങ്കര ക്യൂ ആന്നേ. ശരി, ഓക്കെ. പിടിച്ചേ. എടാ, ഇൻലോസ് എപ്പോഴാ പോയത്? ഇന്നുച്ചയ്ക്ക്. ശനി ഞായറും അങ്ങനെ അങ്ങ് പോയി. ഇനി അവളുടെ ഒരു വാസുമാമ കൂടി ഉണ്ട് ഇവിടെ. അവിടെ പോണ ഒരു ദിവസം. അത് ശരി. എടാ, അലമാരയുടെ പ്രശ്നം ആകെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അമ്മ പറയുന്നത് അതെടുത്ത് കൊണ്ടുപോകാൻ, അമ്മായിമ്മ പറയുന്നത് അതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാശുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു 3-4 വേറെ ഇവിടെ മേടിക്കാം. ആർക്കും പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് വട്ടായി. മാമ ഒന്നും പറയണ്ട. ഞാനിപ്പോ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാൻ നിൽക്കണേ. ആ അലമാര കാരണമുള്ള മനസമാധാനവും പോയി. ഞാൻ എല്ലാം അറിഞ്ഞൂടാ. ചേച്ചി എല്ലാം പറഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? സ്വാതിയാണെങ്കിൽ ആ അലമാര ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാ പറയുന്നത്. എടാ, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. എടാ, ഒരു കുഞ്ഞിക്കാല് കണ്ട ഈ അലമാര അലമാര എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കണം ഈ 2 വീട്ടുകാരും. പിന്നെ പിള്ളത്തൊട്ടിൽ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിക്കണം. എന്റെ മാമ, ഇവിടെ കുഞ്ഞിക്കാല് പോയിട്ട് കൂന്ന് പോലും പറയാൻ പറ്റുന്നില്ല ഇവിടെ. എടാ, ഇതിലൊക്കെ ഒരു മാമൻ ഇടപെടുന്നല്ലൊരു പരിധിയില്ലേ? ഭാരതത്തിന്റെ ഭാവിയാ, നിലത്തിടരുത്. അതൊന്നുമില്ല, ഭാരതത്തിന്റെ ഭാവി ഒന്ന് കൈമാറിയതാ. എടാ, അതൊക്കെ ശരിയാക്കാം. നീ കരയല്ലേ, മാമനല്ലേ ഉള്ളത്. ഒക്കെ ശരിയാക്കാം. ശരി.